അബ്ദുൽ നാസർ മദനിയുടെ മൂത്ത മകന് വിവാഹമാണ്. തലശ്ശേരിയിലാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യാഗൃഹം. വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി തലശ്ശേരിക്കാരിയാണ്. അവിടെ വെച്ചാണ് വിവാഹം തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത്. അത് ഓഗസ്റ്റ് 9-നുമാണ്. മകൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാനും ഒപ്പം അമ്മ രോഗിയായ അമ്മ ക്യാൻസർ ബാധിത രോഗിയായ അമ്മയെ സന്ദർശിക്കാനും അദ്ദേഹം ഇളവുകൾ അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ബാംഗ്ലൂർ വിടാൻ കഴിയില്ല. അതുകൊണ്ട് ആ രണ്ടാമത്തെ ഘടകത്തിന് ഇളവ് അനുവദിക്കണം. മലയാളിയായ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടുമൊക്കെ മലയാളിയായ മദനി അമ്മയെ കാണാനും മകൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാനും ഇളവ് അനുവദിക്കണമെന്ന് പറഞ്ഞ് നൽകിയ ആ ഒരു അപേക്ഷ വിചാരണ കോടതി, ഇപ്പോൾ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. നിഷ്ഠൂരമായി തള്ളിയിരിക്കുന്നു. പൂർണ്ണമായും തള്ളി എന്ന് പറഞ്ഞുകൂടാ. 1-ാം തീയതി മുതൽ അദ്ദേഹത്തിന് 7-ാം തീയതി വരെ അമ്മയെ കാണാൻ സൗകര്യമുണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി അൻവാർ ചേരിയിൽ പോകാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. 9-ാം തീയതി 7-ാം തീയതി അദ്ദേഹത്തിന് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചു പോകേണ്ടി വരും. 9-ാം തീയതി ആണ് കല്യാണം. 2-3 ദിവസം കൂടി കൊടുത്താൽ കല്യാണത്തിന് കൂടി പങ്കെടുക്കാം. അതാണ് നൽകാതിരിക്കുന്നത്. എന്തടിസ്ഥാനമാണോ കോടതികൾക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന്? സത്യത്തിൽ ഇപ്പോൾ 15-16 വർഷത്തെ ദീർഘമായ ജയിൽ വാസത്തിലേക്ക് പോയിരിക്കുന്നു ഈ മനുഷ്യൻ. ഏതൊരു സാഹചര്യത്തിലും നീതി ലഭിക്കാതെ പോയ ഒരാളാണ് മദനി എന്ന് നമുക്കറിയാം. മലയാളികൾക്ക് അനാവശ്യമായി ജയിൽവാസത്തിലേക്ക് തള്ളിവിടപ്പെട്ടയാളാണ് മദനി. ആ മദനിയുടെ അങ്ങേയറ്റം മിതത്വം നിറഞ്ഞ ആവശ്യങ്ങൾ പോലും അംഗീകരിക്കപ്പെടാതിരിക്കുന്ന വണ്ണം അങ്ങേയറ്റം ദയാരഹിതമായാണ് കോടതികൾ അദ്ദേഹത്തോട് പെരുമാറുന്നത് എന്ന് കരുതേണ്ടിയിരിക്കുന്നു. മംഗളത്തിൻ്റെ ഈ 1-ാം പേജിലെ ആദ്യ വാർത്ത വായിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ഈ കാര്യത്തിൽ ഈ ചെറിയ കാര്യത്തിന് വേണ്ടി പോലും അദ്ദേഹത്തിന് സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വരുന്ന അവസ്ഥയാണ് വിചാരണ കോടതി ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. മംഗളം ആ വാർത്ത തരുന്നത് കാണുക. ഇതിനെ മുൻനിർത്തി നാളെ ബുധനാഴ്ച ഒരാൾ കേരള ഹർത്താൽ ആചരിക്കുന്നു. PDP ആചരിക്കുന്നു എന്നല്ല, അക്കാര്യത്തിൽ അത്തരമൊരു ഹർത്താൽ പ്രഖ്യാപിക്കാൻ തള്ളിവിടപ്പെടുന്നു PDP. അളമുട്ടിയാൽ പാമ്പും കടിക്കും എന്ന നിലയ്ക്ക് ഉള്ള ഒരു അവസ്ഥാന്തരത്തിലേക്ക് ഈ നേതാവിനെയും ആ പാർട്ടിയെയും എത്തിക്കുകയാണ് കോടതികളുടെ അനാവശ്യ വ്യവഹാരം എന്ന യാഥാർത്ഥ്യം നാം കാണണം. മദനിക്ക് ജാമ്യവ്യവസ്ഥയിൽ ഇളവില്ല. ഓഗസ്റ്റ് 1-ന് കേരളത്തിൽ പോകാൻ അനുമതി. മൂത്ത മകൻ്റെ വിവാഹത്തിന് പങ്കെടുക്കാൻ PDP ചെയർമാനും ബാംഗ്ലൂർ സ്ഫോടന കേസിലെ 31-ാം പ്രതിയുമായ അബ്ദുൽ നാസർ മദനിക്ക് ജാമ്യവ്യവസ്ഥയിൽ ഇളവില്ല. അതേസമയം ക്യാൻസർ ബാധിതയായ അമ്മ അസ്മാ ബീവിയെ കരുനാഗപ്പള്ളിയിലെ വസതിയിൽ സന്ദർശിക്കാനായി ഓഗസ്റ്റ് 1 മുതൽ 7 വരെ കേരളത്തിൽ പോകാൻ NIA പ്രത്യേക കോടതി ജഡ്ജി ശിവണ്ണ അദ്ദേഹത്തിന് അനുമതി നൽകുകയും ചെയ്തിരിക്കുന്നു. അവിടെ നിന്ന് അദ്ദേഹം തലശ്ശേരിയിൽ ചെന്ന് വിവാഹത്തിൽ കൂടി പങ്കെടുത്താൽ കേരളത്തിൽ ആകമാനം ചുറ്റിയടിച്ച് അപകടം സൃഷ്ടിക്കും എന്നൊക്കെയാണ് പറയുന്നത്. എത്ര ദയാരഹിതമായ, അതുപോലെ തന്നെ എത്രത്തോളം അപഹാസ്യമായൊരു വാദമുഖമാണത്. അതൊക്കെയാണ് കോടതികളുടെ രീതി. നാളെ PDP ഹർത്താൽ, അതും പ്രധാന വാർത്തയ്ക്കൊപ്പം മംഗളം തന്നിരിക്കുന്നു. ആ ഹർത്താൽ വാസ്തവത്തിൽ അടുത്ത കാലത്ത് നടന്ന ഹർത്താലുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അങ്ങേയറ്റം ന്യായയുക്തമായ ഒരു തടവുകാരൻ്റെ അവകാശമായ ഈ നിലയ്ക്കുള്ള ജാമ്യവ്യവസ്ഥയിലെ ഇളവുകളുണ്ടല്ലോ, അതിനു വേണ്ടിയുള്ള ഒരു ഹർത്താലായി മാറിത്തീരുന്നു. എങ്കിലും വ്യാപാരി വ്യവസായി സംഘം ഈ ഹർത്താലിനോട് യോജിക്കുന്നില്ല എന്ന് മുന്നേ കൂട്ടി പറയുകയും ചെയ്തിരിക്കുന്നു.